നിങ്ങളുടെ മനസ്സിൽ ഭിന്നിപ്പിന്റെ സ്വഭാവമാകുന്ന ചവറുകളും ചപ്പുകളും ഉണ്ടാവാൻ പാടില്ല. ആ നിലക്കുള്ള ഒരുപാട് പിരികൾ, ഒന്നും രണ്ടും ചൂടികളല്ല, എത്ര കണ്ട് ചൂടികൾ ചുരുട്ടിട്ട് കയറിൽ നിർമ്മിക്കുന്നുവോ ആനയ്ക്ക് വരെ വലിച്ചാൽ പൊട്ടിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള കയറ്, ആ കയറാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. ഇല്ലാത്ത ഫർറഖു, നിങ്ങൾ ഏകളായി, ഓരോ ആര്യകളായി നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്ന് പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അതാണ് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചതും. ഒറ്റപ്പെട്ടുള്ള സമരങ്ങളും ഒറ്റപ്പെട്ടുള്ള ശബ്ദങ്ങളും എവിടെയും കേൾക്കാൻ പാടില്ല, അതിന് ശക്തി കുറയും. യദുല്ലാഹ്, ബദറില്ലതാണ് സംഭവിച്ചത്. ഹബീബായ നമ്മുടെ കരഞ്ഞ കഷ്ണമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ പരിശുദ്ധ ഹൃദയത്തോടുകൂടി ഒരു ശക്തിയായി, ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൻ്റെ കീഴിലായി ഒരു ശക്തിയായി അള്ളാഹുവിനെ മുന്നെത്തി പടപൊരുതിയപ്പോൾ അവിടെ ആയിരങ്ങൾ പ്രശ്നമായില്ല. അവർ ആയുധങ്ങളോ സമ്പത്തുകളോ അള്ളാഹു തആല അവർ കണക്കിലെടുത്തില്ല. അള്ളാഹു സുബ്ഹാനഹു നസറക്കും അല്ലാഹു ബിബദരിൻ, നിങ്ങളെ ബദറിൽ അള്ളാഹു സഹായിച്ചു. വഅൻതും അദില്ല, നിങ്ങളുടെ മനസ്സ് എളിമ മനസ്സായിരുന്നു, കിബറില്ലാത്ത, അഹങ്കാരമില്ലാത്ത, ഞാൻ മാത്രം മതി എന്ന ചിന്തയില്ലാത്ത, അഹങ്കാരത്തിൻ്റെ സ്വഭാവമില്ലാത്ത, ദില്ലത്തോടുകൂടിയുള്ള എളിമത്തത്തോടുകൂടിയുള്ള സഹാബത്തിൻ്റെ ആ പടപൊരുതൽ അള്ളാഹു അവിടെ സഹായിക്കാൻ കാരണമായി എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആലോചിക്കാനുള്ളത്, ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു ശക്തിയായി, ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ ഒരു ശക്തിയായി നിലകൊള്ളണമെന്നതാണ് പ്രതിസന്ധി ഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭിന്നതയുടെ സ്വഭാവങ്ങളും ഭിന്നതയുടെ എഴുത്തുകളും വരച്ചുകളും ഫോർവേഡുകളും നിർത്തിവെച്ചുകൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും മുസ്ലിം സമുദായത്തിനെയും നേതാക്കളെയും ആലിമീങ്ങളുടെയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന സ്വരങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ വൃത്തികേടുകളും നിർത്തിവെച്ച് ഒറ്റക്കെട്ടായാൽ നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. റോട്ടിൽ ഇറങ്ങിയിട്ട് ഊരൊലിക്കിട്ട് 4 മുദ്രാവാക്യാണ്ട് അടിച്ചിട്ട് കിടന്നു തുടങ്ങും. അപ്പൊ ശരിയാവും എന്ന് വിചാരിച്ചിട്ട് തയ്യാമെന്നാൾ വരെ ശരിയാവില്ല. ആദ്യം ഈ ഫാസിസ്റ്റുകളെ ഇറക്കി വിടണം. ആദ്യം ശരീരത്തിൽ കയറിയിട്ടുള്ള ഫാസിസ്റ്റുകളെ ഇറക്കി വിടണം. കൽബാകുന്ന പാർലമെന്റ് ഉണ്ട്, അവിടുത്തെ പ്രധാനമന്ത്രി ശരിയാണ്, അവിടെ നടക്കും യോഗങ്ങൾ. ഇവിടെ കെട്ടുപോയാൽ ആ പാർലമെന്റിലും കെട്ടും. ഡൽഹി പാർലമെന്റിൽ തൂണിൽ എന്നുമുണ്ട്, അതിന്റെ ചോട്ടിലാണ് നരേന്ദ്രമോദി ഇരിക്കുന്നത്. ആയത്ത് ഡൽഹി പാർലമെന്റിൽ ഇന്നുണ്ട്. പുതിയതിലേക്ക് മാറുന്നതിന് മുമ്പ് ഇന്നും അവിടെ അത്തൂണിലുണ്ട്. ഖുർആനിലെ ആയത്ത് നമ്മളൊച്ചനാക്കിന്റെ കാര്യം. ആദ്യം ഫാസിസ്റ്റ് ശക്തികളെ ഇറക്കിവിടേണ്ടത് നമ്മുടെ ശരീരമാകുന്ന രാഷ്ട്രങ്ങളിൽ നിന്ന്. അവിടെ ഫാസിസ്റ്റ് കയറി ഭരിക്കുന്നത് ശ്രദ്ധിക്കണം. അവിടെ നമ്മുടെ മസ്തിഷ്കമാകുന്ന തലച്ചോറിൽ ഇരിക്കുന്ന ആളുകൾ നന്നാവണം. ചിന്തിക്കണേ ചിന്തിക്കണേ ചിന്തിക്കണേ. അലാലി കുല്ലി ബിനി ആദമ ഫീ ഖൽബിഹി ബൈതാ വഫീ അഹദിഹിമാ മലകുൻ വഫിൽ ആഖിരി ശൈത്താൻ. മഹാനായ സയ്യിദ് മുബശ്ശിർ ശിഹാബ് തങ്ങൾ പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടിയ സന്താരിണി ഉസ്താദ് പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ ആ വിഷയത്തിനെ വ്യാഖ്യാനിക്കുന്നത് മഹാനായ CM വലിയുള്ളാഹിയുടെ വീക്ഷണത്തിലാണ്. അവരൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: സ്വന്തം അങ്ങ് നന്നായാൽ ഭരണാധികാരിയും നന്നാകുന്നതാ. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാ ഗ്രാമവാസികൾ പടച്ചവനെ കീഴ്പ്പെട്ട് ഭയപ്പെട്ട് വഴിപ്പെട്ട് ജീവിച്ചാൽ ആകാശ ലോകങ്ങളിൽ നിന്ന് ഫതഹ് കിട്ടുന്നതാ, ഭൂമിയിൽ നിന്ന് ഫതഹ് കിട്ടുന്നതാ. ചില പഴയകാല സൂഫിയാക്കളായ പണ്ഡിതന്മാർ ആകാശം എന്നതിന് സൂചന പറഞ്ഞിട്ടുണ്ട്. സമാ എന്നത് മേലെയാണ്. അപ്പൊ മേലെ നിന്ന് ഫതഹ് കിട്ടുന്നതാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭരണാധികാരികളുടെ കൽബ് വിശ്വാസികൾക്ക് അനുകൂലമായി പടച്ചവൻ തുറന്നു കൊടുക്കുന്നതാ. കാരണം മുഖല്ലിബുൽ ഖുലൂബ് അല്ലാഹ്.
അത് നമ്മൾ മർമ്മം മനസ്സിലാക്കണം. മർമ്മം മനസ്സിലാക്കി ചികിത്സ നടത്തിയാൽ സംഗതിയൊക്കെ വളരെ പെട്ടെന്ന് ശരിയാവും. മർമ്മം മനസ്സിലാക്കാതെ ചികിത്സിച്ചാൽ സോക്കേട് മാറില്ല, കുഴപ്പങ്ങൾ മാറില്ല, വേദനകൾ തീരൂല്ല. ചെങ്കണ്ണിന് സോക്കേട് വന്നാൽ കണ്ണടന്റെ ഫ്രെയിമമ്മ മരുന്ന് തിച്ചിട്ട് കാര്യമില്ല, കൃഷ്ണമണിക്കാണ് മരുന്ന് വേണ്ടത്. സോക്കേട് ഉള്ളത് കണ്ണടമല്ല, കണ്ണിന്റെ ഉള്ളിലാണ്. ഇത് മരുന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കണ്ണടന്റെ ഫ്രെയിമമ്മ ഇങ്ങനെ എത്തിക്കുക, മാറാഞ്ഞപ്പോ ഗ്ലാസും എത്തിക്കുക, എന്നാലും മാറൂല, അതിന്റെ ഉള്ളിൽ കേലാണ്. വീട്ടിലെ പൈപ്പ് തുറന്ന് ചളിവെള്ളം വരികയാണ്, അപ്പൊ ഒരാളെ പുതിയ പൈപ്പ് മാറ്റി കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ കാത്തിക്കപ്പോ നല്ല വെള്ളം വരുമോ? പൈപ്പ് തുറന്നുമ്പോ നല്ല ചളിവെള്ളം വരുന്നത്, അപ്പൊ വേഗം പോയിട്ട് പുതിയ ഒരു പൈപ്പ് തുറന്നിട്ട് പിച്ചാക്കി, എന്നിട്ട് തുറന്ന് നോക്കി, അപ്പോഴും ചളിവെള്ളം. ഇതപ്പൊ നമ്മളെ പരിപാടി. ആൺകുട്ടി ടാങ്കിലെത്തിയിട്ടുണ്ടാവും, ആൺകുട്ടി ടാങ്കിന്റെ മുകളിലെത്തിയിട്ടുണ്ടാവും, കാരണം അവൻ അറിയാം പ്രശ്നം പെടുകയാണ്. ചിലവര് കിണറ്റിന്റെ അടിക്ക് ഇറങ്ങിയിട്ടുണ്ടാവും, കാരണം ടാങ്ക് വൃത്തിയാക്കാനും ശരിയാവില്ല, കിണറ്റിലെ വെള്ളം ചളിവെള്ളം. ഇതൊക്കെ നോക്കിയാലാണ് കിടക്കുന്നത്, അല്ലാതെ നമ്മളെ പോലെ പൈപ്പ് മാറ്റിയിട്ട് സംസാരിക്കുന്ന ആൾക്കാരല്ല. അവിടെ കിടക്കുന്നത് കിണറ്റിക്ക് ഇറങ്ങിയ ആളുകൾ. അവരെ കൂടെ നിന്നാൽ അല്ലാഹു അവരെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരട്ടെ. നബിയിൽ മുസ്തഫ. അപ്പൊ തഖ്വയുടെ ഹഖീഖത്ത്, ആ ഹഖീഖത്ത് അല്ലാ യറാക റബ്ബുക വ മൗലാക ഹൈതുമാ നഹാക. മൗല റബ്ബ് നിന്നെ കാണുന്ന സമയത്ത് അവൻ വിരോധിച്ച പ്ലാറ്റ്ഫോമിൽ നിന്നെ അവൻ ഒരു സെക്കൻഡും കാണാതിരിക്കുക എന്നുള്ളതാണ് തഖ്വയുടെ ഹഖീഖത്ത്. അവിടെ പാർത്താളാണ് CM വലിയുള്ള. റബ്ബ് എന്നുള്ള ഇസ്മ തലയെ കയറണം. അതുകൊണ്ടല്ലേ നിസ്കാരത്തിലൊക്കെ റബ്ബാക്കിയത് അല്ലേ? നിസ്കാരം തുടങ്ങണേ എങ്ങനെയാണ്? വജ്ജോത്തും അല്ലേ? വജ്ജോത്തുള്ള റബ്ബല്ലത്. ഇന്ന സലാത്തി വനുസ്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിലെ ഏറ്റവും മനോഹരമായ, കമിതാക്കൾക്ക് പോലും എഴുതാൻ കഴിയാത്ത പ്രണയത്തിന്റെ തേൻതുള്ളി ഉറ്റിവിടുന്ന ലവ് ലെറ്റർ അല്ലേ എഴുതുന്നത്, മനസ്സുകൊണ്ട് എഴുതുന്നത്. ഇന്ന സലാത്തി വനുസ്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ് കഴിഞ്ഞിട്ട് ഫാത്തിഹക്കാണ് കയറിയാലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആണ് കഴിഞ്ഞിട്ട് റുക്കൂക്ക് പോയാലോ സുബ്ഹാന റബ്ബിയൽ അലീം. ആണ് കഴിഞ്ഞിട്ട് ഇത്താലിക്ക് വന്നാലോ റബ്ബനാ ലക്കൽ ഹംദ്. ആണ് കഴിഞ്ഞിട്ട് സുജൂദിക്ക് പോയാലോ സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദി. അത് കഴിഞ്ഞിട്ട് രണ്ടിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലോ റബ്ബിഗ്ഫിർലി. ഒക്കെ റബ്ബാണ്. കാരണം ഇലാഹിനെ കണ്ടുകൊണ്ട് ആരാധിച്ചാൽ മഹബത്ത് വരൂല, റബ്ബിനെ പഠിച്ച് ആരാധിച്ചാൽ മഹബത്ത് വരും. മഹബത്ത് ഓവറായാൽ പിന്നെ നമ്മളെ വീക്ഷണത്തിനൊക്കെ പുറത്തം വിടും. വലാക്കില്ലാ തശ്ഉറൂൻ. നമ്മള് മയ്യിത്ത് എന്ന് പറയും, അവര് പുറത്തം വിട്ട ലോകത്തായി. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. മനുഷ്യൻ അല്ലാഹുവിന്റെ ഖലീഫയാണ്. സൂര്യൻ അല്ലാഹുവിന്റെ ഖലീഫയല്ല, ചന്ദ്രൻ അല്ലാഹുവിന്റെ ഖലീഫയല്ല. അനത്തുദിച്ച നക്ഷത്രങ്ങളിൽ കോടികളായ താരങ്ങളൊന്നും അല്ലാഹുവിന്റെ ഖലീഫയല്ല. ഏഴാകാശങ്ങളിലൊന്നും അല്ലാഹുവിന്റെ ഖലീഫയല്ല. ഏഴ് ഭൂമികളിലൊന്നും അല്ലാഹുവിന്റെ ഖലീഫയല്ല. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീഫയല്ല. മടതരുന്ന മീകായിൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീഫയല്ല. ഇസ്രാഫീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീഫയല്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത കോടാനകോടി മലക്കുകളെ കുറിച്ച്, മനുഷ്യനെ കുറിച്ച് പറഞ്ഞതുപോലെ ഖലീഫത്തുല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ല. ഖലീഫത്തുല്ലാഹി ഉള്ളത് സൂര്യനിലല്ല, ഖലീഫത്തുല്ലാഹി ഉള്ളത് ഏഴാകാശങ്ങളിലല്ല. ഖലീഫത്തുല്ലാഹി ഉള്ളത് ചെറിയ ഗോളമാകുന്ന ഭൂമിയിലാണ്. ഭൂമിയോ 13 ലക്ഷം ഭൂമിയുടെ വലിപ്പമാണ് സൂര്യനുള്ളത്. 13 ലക്ഷം ഭൂമിയുടെ വലിപ്പമുണ്ട് സൂര്യന്. 15 കോടി കിലോമീറ്റർ ഉണ്ട് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക്. എന്നിട്ട് യൂസഫ് നബി അലൈഹിസ്സലാം ഈ ഭൂമിയിലിരുന്നു കൊണ്ട് സൂര്യനെ മടക്കി വിളിച്ചു. സൂര്യൻ കണ്ട് റിട്ടേൺ അടിച്ചു. ഇവിടുന്ന് റിവേഴ്സ് കയറി സൂര്യൻ കണ്ടു. കാരണം യൂസഫ് അലൈഹിസ്സലാം ഖലീഫത്തുല്ലാഹിയ.
അംബിയാ കുടുംബത്തിലെ തലവനായ ഖലഖല്ലാഹുൽ ഖൽഖ വഖ്താറ മിനൽ ഖൽഖി ബനി ആദമ വഖ്താറ മിൻ ബനി ആദമ അൽ അറബ വഖ്താറ മിനൽ അറബി മുളറ വഖ്താറ മിൻ മുളറ ഖുറൈശൻ വഖ്താറ മിൻ ഖുറൈശിൻ ബനി ഹാഷിം വഖ്താറനി മിൻ ബനി ഹാഷിം ഫഅന ഖിയാറു മിൻ ഖിയാരി മിൻ ഖിയാർ മുഹമ്മദ് മുസ്തഫ. ഒന്ന് ചൊല്ലിക്കേ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വതഖലൈനി വൽ ഫരീഖൈനി മിൻ رب ومن نجم مولاي അറിയുന്ന രീതിയിലായിക്കോട്ടെ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഏതൊരു കൈവെള്ളയിലാണോ ദുനിയാവിന്റെയും പരലോകത്തിന്റെയും അധികാരത്തിന്റെ താക്കോൽ പടച്ചവൻ ഏൽപ്പിച്ചിട്ടുള്ളത്, ആ ചെങ്കോലേന്തിയ അധികാരമേന്തിയ താക്കോലേന്തിയ ഇഹലോകത്തും പരലോകത്തും പ്രതാപശാലിയും സയ്യിദും കുടുംബത്തിന്റെ നേതാവുമായ ഹൃദയത്തിന്റെ സുൽത്താനേ, ഖൽബിന്റെ ഖിബലയേ, അമ്പിയാക്കളിൽ സയ്യിദേ, മനുഷ്യ സൃഷ്ടികളിൽ ഉത്കൃഷ്ടരായ മനുഷ്യരക്ഷകരെ, ലോകത്തിന്റെ അധ്യാപകരെ, വിശ്വാസികളുടെ ആത്മാവേ, അർവാഹകളുടെ ഖിബലയേ, ആത്മാക്കളുടെ പിതാവേ, പ്രപഞ്ചത്തിന്റെ പ്രാരംഭമേ, സലവാതി അലാ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റുത് തമാമി. അസ്സലാമു അലൈക സൈനുൽ അംബിയാഇ അസ്സലാമു അലൈക ആതിഖൽ ആതിഖിയാഇ. അല്ലാഹു 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 അല്ലാഹു